വീണിടത്ത് കിടന്ന് ഉരുളുക എന്നൊരു പ്രയോഗമുണ്ട്. വീണത് വിദ്യയാക്കുക എന്ന് മറ്റൊരു പ്രയോഗവും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് പഴഞ്ചൊല്ലുകളെ ഓർമ്മിപ്പിക്കും. തൃശൂർ പുള്ളിൽ നടത്തിയ കലുങ്ക് ചർച്ചയിൽ പ്രദേശവാസിയായ കൊച്ചുവേലായുധൻ എന്നയാൾ കൊണ്ടുവന്ന നിവേദനം സുരേഷ് ഗോപി വാങ്ങാതെ നിരസിക്കുന്നതും അത് കണ്ട് മറ്റൊരാൾ നിവേദനം ഒളിപ്പിക്കുന്നതും നമ്മൾ കണ്ടു. അത് വിവാദമാവുകയും കൊച്ചുവേലായുധന് വീട് വെച്ച് നൽകുമെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി അറിയിച്ചത് വാർത്തയാവുകയും ചെയ്തപ്പോൾ സുരേഷ് ഗോപി ഒരു വിശദീകരണ കുറിപ്പ് ഇറക്കി. താൻ കാരണം ആളുകൾ ഇപ്പോൾ വീട് വെച്ച് നൽകാൻ ഇറങ്ങിയല്ലോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതായത് താൻ നിവേദനം വാങ്ങാതിരുന്നതിലൂടെ കൊച്ചുവേലായുധന് മറ്റൊരാൾ വീട് വെച്ച് നൽകുമെങ്കിൽ അതിന് കാരണം താനാണെന്ന് പറയുകയാണ് കേന്ദ്രമന്ത്രി. ഇനിയും വേലായുധൻ ചേട്ടന്മാരെ അങ്ങോട്ട് അയക്കുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ന്യായം കണ്ടെത്താൻ പ്രത്യേക കഴിവ് തന്നെ വേണം. ഇത്തരം സംഭവങ്ങളിലൂടെ തീപ്പന്തമായ തന്നെ കെടുത്താനാവില്ലെന്നും സിനിമാ സ്റ്റൈലിൽ നിന്ന് ഇറങ്ങാൻ ഉദ്ദേശമില്ലെന്നും കൂടി അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ഒരു സാധാരണക്കാരൻ ഒരു പരാതിയുമായി വന്നാൽ അത് വാങ്ങി എന്താണെന്ന് പരിശോധിക്കാൻ ജനപ്രതിനിധിക്ക് അധികാരപരിധി നോക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം അവിടെയുണ്ട്. സാധാരണക്കാർ അവർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരെ ആശ്രയമായി കാണും. അവർ കൊണ്ടുവരുന്ന പരാതികൾ കേൾക്കാൻ ജനപ്രതിനിധിക്ക് കഴിയണം. ഇനി അങ്ങനെയല്ല, ജനങ്ങളെ പ്രജകളായാണ് കാണുന്നതെങ്കിൽ ഇതല്ല, ഇതിന് അപ്പുറവും സംഭവിക്കും.